ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുക്കാല പെൻഷനായ 3200 രൂപയുടെ വിതരണം അവസാന ഘട്ടത്തോട് അടുക്കുകയാണ്. വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിന് ആശ്വാസ വാർത്ത വന്നിരിക്കുന്നത്. ഈ വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും 5000 കോടി കടമെടുക്കുവാൻ അനുവാദം തേടിയ കേരളത്തിന് 3000 കോടി രൂപ കൂടി കടമെടുക്കുവാൻ ഇപ്പോൾ കേന്ദ്ര അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ നൽകുവാനായിട്ട് സർക്കാരിന് ഫണ്ട് ലഭിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കവേ കേരളത്തിന് കൂടുതൽ പണം കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസമായിരിക്കുകയാണ്. 3000 കോടി ഉടനെ തന്നെ സംസ്ഥാന സർക്കാർ കടമെടുക്കും. ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയുള്ള 4 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് ഇനി കുടിശ്ശികയായി ബാക്കിയുള്ളത്. 6400 രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് 3000 കോടി മുൻകൂറായി കടമെടുക്കുവാനാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. 5000 കോടി രൂപയാണ് കേരളം ചോദിച്ചതെങ്കിലും 3000 കോടി കടമെടുക്കുവാനുള്ള അനുമതിയാണ് കേന്ദ്രം നൽകിയത്. കേരളത്തിന് ഈ വർഷം 37,512 കോടി രൂപ കടമെടുക്കുവാൻ അർഹതയുണ്ടെന്ന് കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ 3 മാസത്തെ തുക നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഏപ്രിൽ മാസത്തിൽ ഇടക്കാല കടമെടുപ്പിന് കേന്ദ്ര സർക്കാർ 3000 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും കടമെടുക്കുവാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും കൺസോർഷ്യം രൂപീകരിച്ചാണ് പണം സ്വരൂപിക്കുക. ക്ഷേമ പെൻഷനായി സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിയാണ് വായ്പയെടുക്കുക. മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ആണ് ഫണ്ട് മാനേജർ. 9.1% പലിശയ്ക്കാണ് 2000 കോടി രൂപ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കടമെടുക്കുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറുമായിട്ടുള്ള ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക. വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത്. ഇതിൻ്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും. ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകണം. 12 മാസമാണ് വായ്പയുടെ കാലാവധി. ഇതിൻ്റെ പലിശ മാസാടിസ്ഥാനത്തിലും മുതൽ കാലാവധിക്ക് ശേഷവും ഒറ്റത്തവണയായി നൽകുന്ന രീതിയിലാണ് ക്രമീകരണം. ഈ ഫണ്ട് എത്തുന്നതോടെ ഇതുവരെയുള്ള കുടിശ്ശിക പെൻഷനുകൾ വിതരണം ചെയ്ത് തീർക്കാമെന്നാണ് സർക്കാർ കരുതുന്നത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ എത്തുന്ന അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.